എൻ്റെ ലൈഫിൽ എന്നും ഉണ്ടാകും എന്ന്. അതൊരു മാരേജ് ലൈഫോ അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദറോ ഇതൊന്നുമല്ല. എൻ്റെ സുഹൃത്താണോ, എൻ്റെ ഫ്രണ്ടാണോ, എൻ്റെ കാമുകനാണോ, അത്രയ്ക്ക് ബോണ്ടായിരുന്നു. ആ ഒരു പില്ലർ എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങേയറ്റം വരെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. തെറ്റായിരുന്നു എന്ന് ഞാൻ വിശ്വസിച്ച ആ ഒരു നിമിഷം ഞാൻ ടോട്ടലി തകർന്നുപോയി. ലൈഫിൽ എനിക്ക് ഒരിക്കലും എനിക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി എൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ അത് എന്നോടായിരുന്നു കൂടുതലായിട്ടും. എൻ്റെ നാട് മുഴുവൻ എന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. നിയമസഭാ ഇലക്ഷന് നിന്ന് മത്സരിക്കാനായിട്ട് എനിക്ക് ഓഫർ വന്നിട്ടുണ്ട്. കേന്ദ്രത്തിലേക്ക് ഡയറക്റ്റ് എൻട്രി വന്നിട്ടുണ്ട്. ഓരോ പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തും. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വേണം നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാനായിട്ട്. എവിടെയാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് ഞാൻ തിരിച്ചറിയാതെ പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്നേഹത്തിൻ്റെ പുറകെ ഞാൻ ഓടുമായിരുന്നു. ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഇൻ മൈ ലൈഫ് എവർ. അപ്പോൾ ഈ ഉച്ചക്കലത്തെ ഭക്ഷണം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. കറക്റ്റ് 12 മണി കഴിഞ്ഞ് സ്കൂൾ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഇറങ്ങി ഓടും. ബുക്കെല്ലാം വീട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് ചോറ്റുപാത്രം എടുത്തിട്ട് തിരിച്ചോടി വരും കഞ്ഞി വാങ്ങിക്കാനായിട്ട്. ഞാൻ കഞ്ഞി കുടിക്കാനിരുന്ന സ്ഥലത്തോട് ഞാൻ നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നൊസ്റ്റാൾജിയ ഫീല് ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കഞ്ഞിവെള്ളം മേടിക്കും. അപ്പോൾ എനിക്കറിയാം കഞ്ഞിവെള്ളം ഞാൻ ചോദിച്ചാൽ അമ്മായി കഞ്ഞിയായിരിക്കും തരുന്നതെന്ന്. അതിനകത്ത് അടിയിൽ കുറേ ചോറുണ്ടാവും. ഫിസിക്കലി എന്നോടൊപ്പം ഇല്ലെങ്കിൽ പോലും മെൻ്റലി എന്നോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഈ സങ്കടങ്ങളെല്ലാം ഷെയർ ചെയ്തിരുന്നവർ ഒരു സമയത്ത് ഇതെനിക്ക് ആയുധമാക്കി എനിക്കെതിരെ. രഞ്ജുമാർ എന്ന് പറയുന്ന എല്ലാ ഇമോഷൻസുകളുള്ള സെൻസിറ്റീവായിട്ടുള്ള ഒരു ലേഡിയാണ്. ഇപ്പോൾ ചെറുപ്പത്തിൽ 18-ാം വയസ്സിൽ നാട് വിട്ടു പോകേണ്ടി വരുന്ന ഒരു ടീനേജറിൽ നിന്നും ഇത്രയും ബോൾഡായിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന രഞ്ജുമാർ എന്ന ഒരു ബ്രാൻഡിലേക്കുള്ള വളർച്ച ഒന്ന് നോക്കി കാണാൻ പറഞ്ഞാൽ എന്ത് പറയും? സോ അതൊരു ബ്രാൻഡ് ആണോ എന്നൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നുമില്ല. ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുവാണ് സുമേഷേട്ടാ. സത്യമായിട്ടും ഞാൻ ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡ് ഉറപ്പിച്ച് നിർത്താൻ ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുവാണ്. ഞാൻ എവിടെ തുടങ്ങിയോ അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോൾ ദുബായിൽ ബിസിനസ് ഉണ്ടോ എന്ന് വിചാരിച്ചും കൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ബിസിനസ് ഉണ്ടായെന്ന് വിചാരിച്ചും കൊണ്ട് എൻ്റെ പ്രോഡക്റ്റ് ഒരിക്കലും ഒരു ബ്രാൻഡ് ആവുന്നില്ല. അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു സർവീസ് ആയിരിക്കാം മേ ബി എന്നെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുന്നത് ഞാൻ കൊടുക്കുന്ന സർവീസ് ആയിരിക്കാം, എൻ്റെ സിൻസിയാരിറ്റി ആയിരിക്കാം. ഇപ്പോൾ പലരും പറയും എന്ത് സിൻസിയാരിറ്റി എന്ന്. എനിക്കറിയാം ഞാൻ എന്ത് സിൻസിയാരിറ്റിയാണ് എൻ്റെ ഫീൽഡിൽ കൊടുക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ ദുബായിൽ വീട്, അതെ, ഈ നമുക്ക് ഒരു കാലത്ത് കണ്ട സ്വപ്നങ്ങളൊക്കെ എത്തിപ്പിടിക്കാനുള്ള ഒരു ആവേശത്തിലാണോ രഞ്ജു ഇപ്പോൾ ശരിക്കും പറഞ്ഞത്? ഒരിക്കലും അല്ല, സത്യമായിട്ടുമല്ല. ഞാൻ എന്താ പറയുക, ഈ എബ്രോഡുകളിൽ കുറേ പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു നാടെന്ന് പറയുന്നത് ദുബായിയാണ്. എനിക്ക് എപ്പോഴും ദുബായ് ഇഷ്ടമാണ്. എനിക്കൊരു ഫ്രീ ടൈം, ഒരു 10 days ഇവിടെ കിട്ടി അപ്പം ഞാൻ ദുബായിക്ക് പോകും. ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് ഇപ്പം എല്ലാ മാസവും 10 ദിവസം ദുബായിലാണ്. എവറി മന്ത് 10 ദിവസം അവിടെ പോകണം. അപ്പോൾ അതൊരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ വീട് വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരെയും പോലെ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരാഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലാതെ ആരെയും തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ആർക്കും മുകളിലാകാനൊന്നുമല്ല. എനിക്കൊരാഗ്രഹം തോന്നി അവിടെ ഒരു വീട് വേണമെന്ന് അങ്ങനെ വാങ്ങിച്ചു, അത്രയേ ഉള്ളൂ. ഈ ചോർന്നൊലിക്കുന്ന ഈ മണ്ണ് കൊണ്ട് കെട്ടി ഇഷ്ടിക കൊണ്ട് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇപ്പം മഴക്കാലത്ത് സ്കൂളുകളിലെ ക്യാമ്പുകളിൽ അന്തി ഉറങ്ങേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും പിന്നീട് അങ്ങോട്ട് വളർന്നു വരുമ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നു. അപ്പം നമുക്ക് തന്നെ സ്വയം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് പിന്നീട് വീട് വിട്ടു പോകുന്നു. ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ ഒരുപാട് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അവരെയൊക്കെ പിന്നീട് കാണുമ്പോൾ രഞ്ജുവിൻ്റെ റിയാക്ഷൻ എന്താണ്? ഒരു പക്ഷേ ചിരിയായിരിക്കുമോ അല്ലെങ്കിൽ പുഞ്ചിരി? അവരോടൊക്കെ സ്നേഹത്തോടെ തന്നെ ആയിരിക്കുമോ മിണ്ടുന്നത്? പിന്നെ ഞാൻ എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലെ എന്താ പറയുക, ഒരു വൺ ഓഫ് ദ ലീഡറാണ് എൻ്റെ സ്കൂൾ ഗ്രൂപ്പിലെ. ഞാൻ ഇടയ്ക്ക് എത്രയോ പ്രാവശ്യം എൻ്റെ സ്കൂളിൽ പോയിരിക്കുന്നു.
2 3 പ്രാവശ്യം എൻ്റെ സ്കൂളിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട് ഓരോ പ്രോഗ്രാമുകൾക്ക്. അപ്പോഴെല്ലാം ഞാൻ ആ കിടന്നുറങ്ങിയ സ്ഥലത്തൂടെയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്. ഞാൻ കഞ്ഞി കുടിക്കാനിരുന്ന സ്ഥലത്തൂടി ഞാൻ നടന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നൊസ്റ്റാൾജിയ ഫീല് ഞാനിപ്പോൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഞാൻ അത്രയും ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയതുകൊണ്ടായിരിക്കാം മേ ബി ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അവസരം എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആരോടെങ്കിലും ഒരു മധുര പ്രതികാരം എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അതെന്ത് ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന ആൾക്കാരോട് ഇപ്പം നമ്മളെ തള്ളി പറഞ്ഞവർ നമ്മളുടെ നേരെ മുഖം തിരിച്ചോടുള്ള ഒരു മധുര പ്രതികാരമായിരിക്കും രഞ്ജുവിൻ്റെ മുഖത്തുള്ള ഇന്നത്തെ ചിരി എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിയ ദൈവത്തിനോട് തന്നെയുള്ള ഒരു പ്രതികാരം നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എന്ത് ഫീലിംഗ് ആയിരിക്കും ഒരു പക്ഷേ രഞ്ജുവിൻ്റെ ഉള്ളിൽ കൂടെ പോകും? ഇല്ല, സത്യമായിട്ട് സുമേഷ് ഏട്ടാ ബ്ലാങ്ക് ആണ്. ദൈവം തമ്പുരാൻ സത്യമായിട്ട് ബ്ലാങ്ക് ആണ്. ബിക്കോസ് ഞാൻ ഇപ്പോഴും എൻ്റെ നാട്ടിൽ കൂടി പോകുമ്പോൾ എനിക്ക് ആ പണ്ട് എന്താ പറയുക, എൻ്റെ സ്കൂളിൽ ഞാൻ 8ാം സ്റ്റാൻഡേർഡ് വരെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 8ാം സ്റ്റാൻഡേർഡ് വരെ ഞാൻ നിക്കറിട്ടോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. 8ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് 8ാം സ്റ്റാൻഡേർഡ് ഈ ഹൈസ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഇച്ചിരി മുതിർന്നു എന്നുള്ളൊരിതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മുണ്ടെടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ ഞങ്ങൾക്ക് ഉച്ച വരെയാണ് ആ സമയത്ത് ഞങ്ങൾക്ക് ഹൈസ്കൂൾ സെഷൻ ഉച്ച വരെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കറക്റ്റ് 12 മണി കഴിഞ്ഞ് സ്കൂൾ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഇറങ്ങി ഓടും. കാരണം കറക്റ്റ് ഒരു കിലോമീറ്ററും കഷ്ടിയുള്ള എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് ഒരു പാടത്തിൻ്റെ സെൻറ്ററിൽ കൂടി ഓടിയാൽ എൻ്റെ വീട്ടിലേക്ക് എത്താം. ഞാൻ മാക്സിമം സ്പീഡിൽ ഓടി എത്തുന്ന ചോറ്റുപാത്രം എടുക്കാനായിട്ടാണ്. ഈ ചോറ്റുപാത്രം എടുത്തിട്ട് അതേ സ്പീഡിൽ ഞാൻ വരും. ബുക്കെല്ലാം വീട്ടിൽ വലിച്ചെറിഞ്ഞിട്ട് ചോറ്റുപാത്രം എടുത്തിട്ട് തിരിച്ചോടി വരും കഞ്ഞി വാങ്ങിക്കാനായിട്ട്. അപ്പം ആ ഉച്ച സമയത്ത് കഞ്ഞി കൊടുക്കുന്ന ഇതുണ്ട്, കഞ്ഞിസദ്യ കൊടുക്കും. അപ്പം കഞ്ഞി കുടിച്ചിട്ടാണ് UP സെഷനിലെ പിള്ളേർ ക്ലാസ്സിൽ കയറുന്നത്. അപ്പൊ ഈ സമയത്ത് ഞാൻ ഈ കഞ്ഞി വാങ്ങിക്കാനായിട്ട് ഒറ്റ ഓട്ടം ഓടും. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് ഈ പിള്ളേരുടെ കൂട്ടത്തിൽ നിന്നിട്ട് കഞ്ഞി മേടിച്ചിട്ട് അപ്പോഴത്തേക്കായിരിക്കും എൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും നടന്ന് പോകുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ കാണാതിരിക്കാനായിട്ട് ഞാൻ ഈ കഞ്ഞിയും കൊണ്ട് എങ്ങനെ ഓടുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അതുപോലൊരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത്. അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അച്ഛൻ ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടാവും, അമ്മ രാവിലെ കശുവണ്ടി ഫാക്ടറി പോയി, ചേച്ചി പഠിക്കാൻ പോയി, ഞാൻ പഠിക്കാൻ പോയി, ചേട്ടൻ പഠിക്കാൻ പോയി, എല്ലാവരും പഠിക്കാൻ പോയി. അപ്പോൾ വീട്ടിൽ രാത്രിത്തെ ഭക്ഷണം, രാവിലത്തെ കാപ്പി, അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ വന്നിട്ട് വേണം അടുത്തത് തയ്യാറാക്കി രാത്രിത്തെ ഭക്ഷണം, പിറ്റേന്ന് രാവിലത്തെ ബാക്കി ഭക്ഷണം. ഇതാണ്. അപ്പോൾ ഈ ഉച്ചക്കലത്തെ ഭക്ഷണം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത്. പിന്നെ എനിക്കൊരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്മായിമാരുണ്ട്. അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കഞ്ഞിവെള്ളം മേടിക്കും. അപ്പോൾ എനിക്കറിയാം കഞ്ഞിവെള്ളം ഞാൻ ചോദിച്ചാൽ അമ്മായി കഞ്ഞിയായിരിക്കും തരുന്നതെന്ന്. അതിനകത്ത് അടിയിൽ കുറേ ചോറുണ്ടാവും, വറ്റുണ്ടാവും. ആ വറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മായി കുറച്ച് കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ട്യൂഷന് പോകണം, 2 മണിക്ക് എനിക്ക് ട്യൂഷന് കയറണം. അപ്പം ഞാൻ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ദാറ്റ് ഈസ് റിയാലിറ്റി. അതൊരു റിയാലിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ രഞ്ജുവിന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കാതെ ചേട്ടനൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് ഇപ്പം രഞ്ജു എന്ന് പറഞ്ഞൊരു ഇപ്പോഴത്തെ ഒരു രഞ്ജു ആയതിനു ശേഷം ചേട്ടൻ ഇപ്പൊ ഉണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്, ചേട്ടനുണ്ട്. ചേട്ടന് നല്ല കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു. ചേട്ടൻ അംഗീകരിച്ചിട്ടില്ല രഞ്ജുവിനെ? അംഗീകാരം എൻ്റെ നാട് മുഴുവൻ എന്നെ അംഗീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം എൻ്റെ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ അത് എന്നോടായിരുന്നു കൂടുതലായിട്ടും. ഞാനാകാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. അതർവൈസ് ഞാൻ പൂർണ്ണമായിട്ടും മാറിയപ്പോൾ എൻ്റെ നാട്ടുകാരെല്ലാവരും എന്നെ അംഗീകരിച്ചു. എൻ്റെ നാട്ടിൽ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കാൻ എൻ്റെ നാട്ടുകാരെന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൽക്കണം എന്ന് പറഞ്ഞിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. എന്ത് പറഞ്ഞു അവരോട്? ഇല്ല, ഒരു ഇലക്ഷന് അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ. കാരണം ഞാൻ ഒരു കാലത്ത് ഒരു ഗതിയും ഇല്ലാതെ ജീവിച്ചിരുന്ന സമയത്ത് എന്നെ ദൈവം കൊണ്ടുവന്നിട്ട ഒരു ഗ്രൗണ്ടാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൗണ്ട് വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ എനിക്ക് ഈ ഗ്രൗണ്ടിൽ കിടന്ന് മരിക്കണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ മോഹം. എനിക്ക് അതിനേക്കാൾ ഓഫറുകൾ വരുന്നുണ്ട്. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, എനിക്ക് അതിനേക്കാൾ വലിയ ഓഫറുകൾ വരുന്നുണ്ട്. നിയമസഭാ ഇലക്ഷന് നിന്ന് മത്സരിക്കാനായിട്ട് എനിക്ക് ഓഫർ വന്നിട്ടുണ്ട്. കേന്ദ്രത്തിലേക്ക് ഡയറക്റ്റ് എൻട്രി വന്നിട്ടുണ്ട്. ഓരോ പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോടൊപ്പം തൽക്കാലം ഞാൻ താല്പര്യമില്ല.
അത് ഭയങ്കര ഒരു അനുഗ്രഹവും ഭയങ്കര പ്രൗഡല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മേ ബി ഞാനിത് പറഞ്ഞപ്പോൾ ഞാനിത് ആകെ കൂടി ഷെയർ ചെയ്ത് എൻ്റെ മകൾ സൂര്യയോടാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഇത് കൈ കൊടുക്കും, ഇതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും, അമ്മ ഇത് കൈ കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തൽക്കാലം ഇപ്പോൾ അതിന് സമയമായിട്ടില്ല, ബിക്കോസ് ഞാൻ എൻ്റെ ദുബായിലത്തെ ബിസിനസ് അങ്ങോട്ട് തുടങ്ങി, അത് ആസ്വദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുപറ്റം തൊഴിലാളികളുണ്ട്. അപ്പം ഞാൻ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഷോക്കേസ് വെക്കുന്ന പാവയാവാൻ പാടില്ല. സ്ക്രൂ ഇട്ട് കഴിഞ്ഞാൽ ആട്ടണം, സ്ക്രൂ ഇട്ട കൈ കൊട്ടണം. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് വാല്യൂ ഉണ്ടോ എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതെനിക്ക് നടപ്പിലാക്കണം. ഞാൻ ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തും. ഞാൻ ഉയർത്തുന്ന ശബ്ദങ്ങൾ ചിലപ്പോൾ അവർക്ക് സ്വീകാര്യതയാവില്ല. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കണമെന്നുള്ളതാണ്. സോ ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കാം. ഇപ്പോൾ എൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ അതിലൊരാളെ ഞാൻ കൊഞ്ചിക്കുമ്പോൾ മറ്റൊരാളെ കൊഞ്ചിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് അവരെയും കൊഞ്ചിക്കാം. ബട്ട് നമ്മുടെ ജീവിതത്തിൽ ഡിപ്ലോമാറ്റിക് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ചരിത്രമായിരുന്നിരിക്കും. പക്ഷെ മേ ബി ചരിത്രമായിരിക്കാം. കാരണം അത്രയും വലിയ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത് പോലും. പക്ഷെ എനിക്കത് ഒട്ടും അതങ്ങോട്ട് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഡോറ ബ്യൂട്ടി വേൾഡ് എന്ന് പറയുന്ന എൻ്റെ ഒരു ലോകം, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപറ്റം ആൾക്കാർ, എന്നെ പ്രതീക്ഷിച്ച് കോസ്മെറ്റോളജി പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ്, അപ്പോൾ ഇവരോടൊക്കെ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നാളെ ഭാവിയിൽ സമീപകാലത്തോ അല്ലെങ്കിൽ വിദൂര ഭാവിയിലൊക്കെ രഞ്ജുവിനെ രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി അത് ഒരു പക്ഷേ ഇപ്പോൾ ഒരു ഐഡന്റിറ്റി ക്രൈസിസിൽ നിൽക്കുന്ന ഒരുപാട് പേര്, നമ്മൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടോ, പുറത്ത് പറയാൻ പേടി, എന്തായിരിക്കും എന്നറിയാതെ ഒരു അരക്ഷിതാവസ്ഥയിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഭയങ്കര പ്രചോദനവും അവർക്ക് ധൈര്യമായിരിക്കും ഇപ്പോഴാണ്. പക്ഷെ അങ്ങനെയും കൂടെ ഇത് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വലിയ ചരിത്രം. ഞാൻ അല്ലെങ്കിൽ പോലും ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ കക്ഷികളിൽ കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് വരും, 100% വരും. അത് വിദൂരമല്ല, അതൊരിക്കലും വിദൂരമല്ല. അവിടെ രഞ്ജുവിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പം ഇത് പുറത്ത് പറയാതെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് യുവത്വം അല്ലെങ്കിൽ ടീനേജേഴ്സ്, കൗമാര പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾ ഇന്നുണ്ടാവും. 2 ആൺകുട്ടികളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും. അവരോട് രഞ്ജുവിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്ന്? ഞാനിപ്പോൾ എന്നെ പല കുട്ടികളും വിളിക്കാറുണ്ട്, രഞ്ജുമ്മ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന്. പക്ഷെ ഞാൻ അവരോട് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വേണം നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാനായിട്ട്. നമ്മുടെ ജീവിതം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. 100% ഒരു ലൈഫ് നമുക്ക് നഷ്ടപ്പെടും. പിന്നീട് നമ്മളൊരു ലൈഫ് തിരഞ്ഞെടുക്കുകയാണ്. ആ ലൈഫിൽ നമ്മൾ സക്സസ് ആകുമോ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വളരെ കെയർഫുള്ളായിരിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വേണം. അപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലത്ത് ഡോറ ബ്യൂട്ടി അക്കാഡമിയിൽ യാമി എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട്. +2 കഴിഞ്ഞിട്ട് വന്നതാണ്, കമ്മ്യൂണിറ്റിയാണ്, കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു കുട്ടി. അപ്പോൾ അവൾ അഡ്മിഷൻ എടുക്കാൻ വന്ന അവളുടെ അമ്മയുടെ കൂടെയാ. അവളുടെ അമ്മയും അവളുടെ സഹോദരനും അവളുടെ അച്ഛനും അവളെ ഒരു മകളായിട്ട് തന്നെ കണ്ട് വളർത്തി +2 കഴിഞ്ഞതും ഡോറയിൽ കൊണ്ടുവന്നാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം വാട്ട് എവർ ഇറ്റ് ഈസ് ഹൂ ഹാം ഐ എന്ന് നമ്മൾ തിരിഞ്ഞറിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ ഓരോ അമ്മമാരും പറയും, ഞാൻ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അംഗീകരിച്ചു കൊടുക്കുകയാണ്. ബിക്കോസ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ മാതാപിതാക്കൾക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. എൻ്റെ കുഞ്ഞിനെ അതാക്കണം, എൻ്റെ കുഞ്ഞിനെ ഇതാക്കണം, അതാക്കണം, എല്ലാവർക്കും ഉണ്ടാവും. ബട്ട് ഈ ഒരു കുഞ്ഞ് ലാളിച്ച് വളർന്നു വന്ന ഒരു കുഞ്ഞൊരു 10ാം ക്ലാസ് ഒരു +2 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ടൂ മച്ചായിട്ട് വരുന്നത്. ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വിധം റൂമിനകത്ത് മാത്രം ഇത് എക്സ്പ്രസ് ചെയ്ത് ഇതിൻ്റെ വിദ്യാഭ്യാസം അത്രയും കാലം വരെ ടോപ്പിൽ നിന്ന് ഒരാൾ പതുക്കെ താഴാൻ തുടങ്ങും. കാരണം ഇതൊന്നും ഷെയർ ചെയ്യാൻ ആളില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുഞ്ഞ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ
സ്വന്തം മാതാപിതാക്കൾ തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ കണക്ക് എവിടെയാണ് നമ്മൾ കൊള്ളിക്കുന്നത്? എവിടെയാണ് കൊള്ളിക്കുന്നത്? എനിക്കത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുമ്പിലുണ്ട്. 10 മാസം ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചു എന്ന് പറയുന്ന 2 വ്യക്തികൾ ചേർന്ന് അവർ സുഖിച്ചപ്പോൾ ഉണ്ടായതാണ് ഒരു കുഞ്ഞ്, ഇല്ലേ? എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് പ്ലാൻ ഇട്ടിട്ടല്ല മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസും ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അവരവരുടെ സുഖത്തിൽ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ അല്ലെങ്കിൽ 2ാമത്തെ രാത്രി 3ാമത്തെ രാത്രിയിൽ അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ നിന്ന് സംഭവിച്ചു പോകുന്നതാണ് ഈ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് മാത്രമാണ് ഇവർക്കുള്ളത്. അതിനപ്പുറത്തേക്കുള്ളൊരു തിരിച്ചറിവിലേക്ക് ഇവർ പോകുന്നില്ല. അപ്പോൾ ആ കുഞ്ഞിനെ അവർ തിരിച്ചറിയുക എന്നുള്ളതാണ്, ആ കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പം ഈ അടുത്ത് തന്നെ ഞങ്ങളുടെ ദ്വയുടെ പരിപാടി വരുന്നുണ്ട്, ബ്യൂട്ടി പേജൻറ്റ് വരുന്നുണ്ട്. ആ ബ്യൂട്ടി പേജൻറ്റിൽ വന്നിരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു അനുഭവം ആ കുട്ടി ഷെയർ ചെയ്തു. ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തപ്പോൾ ഈ കുട്ടിയെ പല തരത്തിലും ഈ വീട്ടുകാർ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു, ഷോക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു, വീട്ടിൽ വലിയ ഹോമകുണ്ടങ്ങളൊക്കെ ഒരുക്കി പൂജ ചെയ്യുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കുഞ്ഞിൻ്റെ തോളത്ത് തട്ടിയിട്ട് നിനക്ക് എന്താ സംഭവിച്ചത്, അമ്മ കൂടെയുണ്ട്, അമ്മയോട് നീ കാര്യം പറ. അതാണ് ഗർഭപാത്രം എന്ന് പറയുന്നത്. അതാ ഗർഭപാത്രം പൂക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ കുഞ്ഞിൻ്റെ ഒരു ജെൻഡർ തിരിച്ചറിഞ്ഞ കുഞ്ഞിൽ അതുറച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞിനെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന അമ്മമാർ ഈ ഗർഭപാത്രം ചുമന്നു എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ടോ? അതിലും ഭേദം ആ ഗർഭപാത്രം ഇല്ലാതിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പം ഇങ്ങനെ ഒരു പീരീഡിൽ രഞ്ജു ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് ഇറങ്ങുമ്പോൾ രഞ്ജുവിൻ്റെ കൂടെ ഇപ്പം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി രഞ്ജുവിൻ്റെ കൂടെ എപ്പോഴും അന്നോട്ട് ഇന്ന് വരെ രഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ അയാളുടെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ, ഈ വ്യക്തിയുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തളർന്നു വീണേനെ. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ ഒരു പക്ഷേ ജീവിതത്തിൽ? ഇല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഡിസിഷൻസ് എല്ലാം എൻ്റെ മാത്രം ഡിസിഷൻസാണ്. ഞാൻ എൻ്റെ ഈ ഒരു ഫീൽഡിൽ മേക്കപ്പ് ഫീൽഡിലേക്ക് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് തീരുമാനിച്ചിരുന്നത് എൻ്റെ സർജറിയോ എൻ്റെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യലോ ഒന്നുമല്ലായിരുന്നു. ഞാൻ ഒന്ന് സ്ഥാനം ഉറയ്ക്കണം, അതിനുശേഷമേ എൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയുള്ളൂ. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്ത ഒരു ഡിസിഷൻ, എൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലുള്ള ആ ഒരു അനുഭവം അങ്ങനെയാണ്. ബട്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ പോകെ ആഫ്റ്റർ മൈ സർജറിയിൽ എനിക്ക് എന്താ പറയുക, ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ എന്നും ഉണ്ടാകും എന്ന്. അതൊരു മാരേജ് ലൈഫോ അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദറോ ഇതൊന്നുമല്ല. ഒരു നല്ലൊരു സ്ട്രോങ് പില്ലർ ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു പില്ലർ എനിക്ക് എൻ്റെ ലൈഫിൽ അങ്ങേയറ്റം വരെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ആ ഒരു വിശ്വാസം തെറ്റായിരുന്നോ എന്ന് ഞാൻ വിശ്വസിച്ച ആ ഒരു നിമിഷം ഞാൻ ടോട്ടലി തകർന്നു എന്നല്ല, ഞാൻ തരിപ്പണായിപ്പോയി. എന്നും കൂടെ ഉണ്ടാവും എന്ന് കരുതിയ ഒരു വ്യക്തി അത് എന്നോട് എപ്പോഴും പറയും, ഏത് രാത്രിയിലും ഏതൊരവസ്ഥയിലും ഞാൻ കൂടെ ഉണ്ടാകും, എനി ടൈം ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് പ്രോമിസ് തന്ന ഒരാള് ഒരു സമയത്ത് ഒരു സുപ്രധാന ഘട്ടത്തിൽ എന്നെ വിട്ട് പോയി എന്നല്ല, ഒരു ബാക്കപ്പ് അടിച്ചു പോയപ്പോൾ ഇറ്റ് വാസ്, എനിക്കത് പറയാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം എന്നെ മെൻ്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്ത ഒരു സംഭവമാണത്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല. അപ്പം ഒരുപക്ഷെ എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളുമാണ്. ഞാൻ ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. എനിക്കൊരു സുഹൃത്ത് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്ത് ഞാൻ മറ്റൊരാളെ എനിക്ക് അവിടെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യാൻ എനിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതിന് കഴിയുമോ എന്നും എനിക്കറിയത്തില്ല. സുഹൃത്ത് മാത്രമായിരുന്നു അതോ മോർ ദാൻ എ ഫ്രണ്ട് ആയിരുന്നോ? എൻ്റെ സുഹൃത്താണോ, എൻ്റെ ഫ്രണ്ടാണോ, എൻ്റെ കാമുകനാണോ, എൻ്റെ ഹസ്ബൻഡാണോ, എൻ്റെ ഭർത്താവാണോ, എൻ്റെ അച്ഛനാണോ, എൻ്റെ അനിയനാണോ, എൻ്റെ കുഞ്ഞാണോ, അതെ എൻ്റെ മകനായിരുന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ബോണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബോണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും എനിക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഐ ക്യാൻ റീപ്ലേസ്. ഇമോഷണൽ ആവുന്നുണ്ടോ? ഓക്കെ,
രഞ്ജു വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത വ്യക്തികൾ, ഇപ്പം ഈ വ്യക്തിയെ തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഒരുപാട് കാര്യം രഞ്ജു അദ്ദേഹത്തിനോട് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എക്സ് ഓർ വൈ ഒരു പേഴ്സണോട് ഷെയർ ചെയ്യുന്നു. നാളെ ഒരു സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അതേ കാര്യം രഞ്ജുവിനെതിരെ ഒരു ആയുധമാക്കിയിട്ട് ഒരാൾ തിരിച്ചു പറയുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ് രഞ്ജുവിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ സുഹൃത്തിനെ ഞാൻ എപ്പോഴും ഒരു 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 പൊസിഷനിൽ നിർത്തിയിരിക്കുവാണ്. അത് ഓൾവേസ് മൈ പില്ലർ. അയാൾ ഫിസിക്കലി എന്നോടൊപ്പം ഇല്ലെങ്കിൽ പോലും മെൻ്റലി എന്നോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ വരുമ്പോഴും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് അദൃശ്യമായ ആ രൂപത്തോടാണ്. അയാളോട് തന്നെയാണ് ഞാൻ ഇപ്പോഴും അത് ഷെയർ ചെയ്യുന്നത്. ബട്ട് ഇതെല്ലാം അറിയാവുന്ന ഒരുപറ്റം ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സങ്കടങ്ങളെല്ലാം ഷെയർ ചെയ്തിരുന്നവർ ഒരു ഒരു സമയത്ത് ഇതെനിക്ക് ആയുധമാക്കി എനിക്കെതിരെ. അതെനിക്ക് ഭയങ്കര അതിനപ്പുറത്തെ ഒരു ഷോക്കായിപ്പോയി. അവിടെ ഞാൻ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സ് വലയങ്ങളെ കുറയ്ക്കാൻ ശ്രമിച്ചു. അവിടെ മുതൽ എനിക്ക് ഫ്രണ്ട്സിൻ്റെ എണ്ണം കുറഞ്ഞു. ഞാൻ തന്നെ കുറപ്പിച്ചു. എനിക്കിനി അങ്ങനെ ഒരു സുഹൃത്തുക്കൾ വേണ്ട. ഞാൻ ഇത്രയും കാലം സ്ട്രഗിൾ ചെയ്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പം അത് ഞാൻ വിശ്വസിച്ച് പലരോടും ഷെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പിന്നീട് അതൊരു കുറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു കളിയാക്കലായിട്ട് മറ്റുള്ളവരോടത് പറഞ്ഞു നമ്മൾ അറിയുമ്പം അത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തവരാണെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഭയങ്കര എന്താ പറയുക, ഈ സ്ട്രോങ് പേഴ്സണോ അല്ലെങ്കിൽ അയൺ ലേഡിയോ ഒന്നും അല്ല ഞാൻ. രഞ്ജുമാർ എന്ന് പറയുന്ന എല്ലാ ഇമോഷൻസുകളുള്ള സെൻസിറ്റീവായിട്ടുള്ള ഒരു ലേഡിയാണ്. സീരിയസ്ലി ഞാൻ പെട്ടെന്ന് കരയും. അപ്പം കുറേയൊക്കെ ഞാൻ എന്നെ ഒതുക്കാൻ ശ്രമിച്ചു, എന്നെ തന്നെയാണ്. ബിക്കോസ് ഇതിനെല്ലാം കാരണക്കാരൻ ഞാൻ എന്തിനു പറയാൻ പോയി? ഞാനിപ്പോൾ ചിന്തിക്കുന്ന അതാണ്, ഞാൻ എന്തിനു പറയാൻ പോയി? എന്നോട് ചിരിച്ചു കാണിച്ചു, എന്നോട് സിൻസിയർ ആയിട്ടുള്ള ഒരു സൗഹൃദമാണെന്ന് വിശ്വസിച്ച സുഹൃത്തുക്കളോട് ഞാനിത് പറയേണ്ടിയിരുന്നില്ല. അത് പറഞ്ഞത് എനിക്ക് വിനയായി. അതെനിക്കൊരു സങ്കടമായിട്ട് തോന്നിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ കൂടുതൽ മെൻ്റലി സപ്പോർട്ട് ചെയ്ത സുഹൃത്തുക്കളുമുണ്ട്. കൂടുതൽ ഒരിക്കലും രഞ്ജുമ ഇതുപോലുള്ള സൗഹൃദങ്ങൾ രഞ്ജുമയിലേക്ക് വരുന്നത് രഞ്ജുമയുടെ പണം കണ്ടിട്ടാണ്, അല്ലെങ്കിൽ രഞ്ജുമയുടെ പദവി കണ്ടിട്ടാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. രഞ്ജുമ എത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അർഹതയില്ലാത്ത ഒരാൾക്ക് പോലും ഒരു സമ്മാനങ്ങളും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത കുട്ടികളുമുണ്ട്. അവർ പ്രായത്തിൽ എന്നേക്കാൾ ഒരുപാട് ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. അത്തരം കാര്യങ്ങൾ. ഈ സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോൾ പലരുടെയും കാര്യം ചോദിച്ചപ്പോൾ രഞ്ജു തന്നെ പറഞ്ഞു, കാരണം നമ്മൾ ഒരുപാട് വർഷം ഒരുമിച്ച് ഷോ ചെയ്തതാണ്. ഇന്നയാളെവിടെ അവിടെ ഇപ്പൊ എൻ്റെ കൂടെ ഇല്ല എന്നൊക്കെ പലരുടെയും കാര്യങ്ങൾ പറഞ്ഞു. ഈ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ അപ്പോൾ ഒരു പക്ഷെ പറ്റിയ പാളിച്ചകൾ അറിയുക, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മളുടെ ട്രസ്റ്റ്, നമ്മളവരെ ട്രസ്റ്റ് ചെയ്യുന്നു, നമ്മളെ ട്രസ്റ്റിനെയാണ് അവർ ചതിക്കുന്നത്. അപ്പം അത് ഒരു പക്ഷെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടായിരിക്കാം. അപ്പൊ ഇപ്പൊ രഞ്ജു സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് കോൺഷ്യസ് ആണോ? എങ്ങനെയാണ് സുഹൃത്തുക്കളെ? ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും തകരില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സൗഹൃദം, ആ സൗഹൃദത്തെ മാറ്റി നിർത്താം. അതർവൈസ് മറ്റുള്ള സൗഹൃദങ്ങൾ, റിലേഷൻസുകൾ, ഇതെല്ലാം നമ്മൾ ഒരിക്കലും തകരില്ല. നമുക്കൊരു ബോണ്ടാണ് ഇവരെല്ലാം, നമ്മളോടൊപ്പം എന്നും ഉണ്ടാകും എന്ന് വിശ്വസിച്ചവർ തന്നെ പലപ്പോഴും നമുക്കടിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇനി പലരെയും കാണുമ്പോൾ നമുക്ക് ഒരു ഭയം ഉള്ളിലുണ്ട്. ഉൾഭയം ഇപ്പോഴെനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ കണ്ട രഞ്ജു അല്ല ഇന്ന് മുതൽ അങ്ങോട്ട് പോകുന്നത്. ഒരുപാട് സെലക്ഷൻസുകൾ ഇനി എൻ്റെ ലൈഫിൽ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സെലക്ഷൻസുകൾ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വായ തുറക്കുന്നത് പോലെ അപൂർവമായിട്ടാണ്. സത്യമായിട്ട് ഞാൻ വായ തുറക്കുന്നത് പോലെ അപൂർവമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഭയമാണ്. എനിക്കിപ്പം റോഡിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മാളിൽ പോകുമ്പോൾ കാണുന്ന സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ അവർ ഓടി വന്ന് ഫോട്ടോ എടുക്കുന്നു, അവർ കെട്ടിപ്പിടിക്കുന്നു, എൻ്റെ പോസ്റ്റുകൾ കാണുന്നു എന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, കഴിഞ്ഞ ദിവസം ഒരു മിഡാസിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ കുറേ പെൺകുട്ടികൾ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുവാണ്. കുറേ പെൺകുട്ടികളുണ്ട്.
അപ്പോൾ അതിലൊരു കുട്ടീനെ വേറൊരു പെൺകുട്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുവാ എൻ്റെ അടുത്തേക്ക്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കരയുന്നുണ്ട്. എന്നെ കാണാനായിട്ടാണ് ആ കുട്ടി ആ ഇനാഗുറേഷന് വന്നത്. അപ്പോൾ ആ കുട്ടി പറയുവാണ്, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടാണ് വരുന്നതെന്ന്, കാണാൻ എന്നെ കാണാനായിട്ട്. എൻ്റെ ഏറ്റവും വലിയ മോഹമാണ്, ഏറ്റവും വലിയ ആഗ്രഹമാണ് രഞ്ജുമേനെ ഒന്ന് കാണാനായിട്ട്. ഞാൻ കൃപാസനത്തിൽ പോയി ഞാൻ ഉടമ്പടി എടുത്ത് രഞ്ജുമേനെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി കരയുവാണ്. എനിക്കതൊരിക്കലും എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ള ജെനുവിനായിട്ടുള്ള ഒരു സ്നേഹം ഞാൻ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. എവിടെയാണ് യഥാർത്ഥ സ്നേഹം എന്നുള്ളത് ഞാൻ തിരിച്ചറിയാതെ പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്നേഹത്തിൻ്റെ പുറകെ ഞാൻ ഓടുമായിരുന്നു. ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ഇൻ മൈ ലൈഫ് എവർ. അതെനിക്കും മനസ്സിലായി. രഞ്ജുവിന്റെ ജീവിതത്തിൽ അപ്പം ഇനിയൊരു പാർട്ട്ണർ ഉണ്ടാവോ? നോ 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 പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു സംഭവം അന്നും എനിക്ക് ആഗ്രഹമില്ല, ഇന്നും എനിക്ക് ആഗ്രഹമില്ല, എന്നും എനിക്ക് ആഗ്രഹമില്ലാത്തൊരു കാര്യമാണ്. എനിക്ക് നല്ല സൗഹൃദങ്ങളാണ് വേണ്ടുന്നത്. ഇപ്പോൾ രാത്രിയിൽ എനിക്കൊരു ആവശ്യം വരുമ്പോൾ ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന സൗഹൃദം, നമുക്ക് ഒരു ചായ കുടിക്കാമെന്ന് പറയുന്നൊരു സൗഹൃദം. ഇപ്പം നമ്മുടെ ഒരു സന്തോഷം അറിഞ്ഞിട്ട് ഓടി വന്നിട്ട് ആ സന്തോഷത്തിൽ പങ്കുചേരുക. ഇപ്പൊ ദുഃഖത്തിൽ പങ്കുചേരുക എന്നുള്ളതല്ല യഥാർത്ഥ ഒരു സുഹൃത്ത്. നമ്മൾ നേടുന്ന അച്ചീവ്മെന്റ്സിൽ നമ്മളോടൊപ്പം നിന്ന് കൈയടിക്കും. തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥ സൗഹൃദം എന്ന് പറയുന്നത്. ഇപ്പൊ സങ്കടങ്ങൾ വരുമ്പോൾ കുറേ പേരുണ്ടാവുമായിരിക്കും, നമ്മുടെ വീട്ടിന് ചുറ്റിനുള്ളവരും ഒക്കെ വരുമായിരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ നോക്കുന്ന ഒരാളുണ്ടാവും. ആ ആൾ അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആ ആൾ സ്ഥലത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് പോലും ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു നഷ്ടബോധമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ലൈഫിൽ എനിക്കൊരിക്കലും ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദർ ഇതൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല.